സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രകല എസ് കമ്മത്ത് എഴുതിയ നോവൽ ഭിക്ഷ, അധ്യായം 32. സദാനന്ദനും ഏട്ടന്മാരും പൂമുഖത്ത് കൂടിയിരുന്ന് എന്തിനെയോ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. 3 പേരുടെയും മുഖത്തെ ഗൗരവം വളരെ കനത്തിൽ തന്നെ വ്യാപിച്ചു കിടപ്പുണ്ട്. സീമന്തിനിയുടെ പലായനത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ജനാലയിലൂടെ അവരുടെ മുഖഭാവം കമലയ്ക്ക് കാണാം. കുറെ കഴിഞ്ഞ് വലിയേട്ടത്തി അമ്മ പൂമുഖത്ത് ചെന്നു. അവർ ഏതോ പുതിയ പരിപാടി ഒരുക്കുകയാണെന്ന് കമലയ്ക്ക് തോന്നി. ഇടയ്ക്ക് വലിയേട്ടത്തി അമ്മ എഴുന്നേറ്റ് വന്ന് ജാനകിയെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുറെ ദിവസത്തേക്ക് ചാവടിയിൽ ചെന്ന് കിടക്കണം. ചെറിയമ്മയെ ഒറ്റയ്ക്ക് കിടക്കാൻ അനുവദിക്കണ്ട. മകൾ പോയ വിഷമത്തിൽ അവർ എന്തെങ്കിലും പ്രവർത്തിക്കാനിടയാകരുത്. അവർക്കുള്ള ആഹാരവുമായി നീ അങ്ങോട്ട് ചെല്ലൂ. രാവിലെ വരുമ്പോൾ ചാവടി വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് വേണം വരാൻ. ജാനകി പോയപ്പോൾ വലിയേട്ടത്തിയമ്മ കമലയോട് പരിഹാസഭാവത്തിൽ പറഞ്ഞു. കൊച്ചു നാത്തൂൻ പാവമാണെന്നായിരുന്നല്ലോ കമലയുടെ ധാരണ. ഇപ്പോഴെങ്ങനെയിരിക്കുന്നു? അവൾ പുറപ്പെട്ടു പോയി രവീന്ദ്രന്റെ കൂടെ. അയാളെയും ഇന്നലെ രാത്രി മുതൽ കാണാനില്ലെന്ന്. കമല അല്പസമയം മിണ്ടാതെ നിന്നു. പിന്നെ ശാന്തസ്വരത്തിൽ പറഞ്ഞു, എന്ത് ചെയ്യാനാ ഏട്ടത്തിയമ്മേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? ഒന്നാലോചിച്ചാൽ നമ്മുടെയൊക്കെ പേരിലുമുണ്ട് തെറ്റ്. അവൾ പലയാവർത്തി പറഞ്ഞതാണ് ഈ കല്യാണം അവൾക്കിഷ്ടമല്ലെന്ന്. വലിയേട്ടനോട് പോലും അവൾ ഇക്കാര്യം നേരിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ വീട് വിട്ടിറങ്ങിപ്പോകാനുള്ള ധൈര്യം അവൾ കാണിക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചതല്ല. കരയുന്ന കുഞ്ഞിനെയും കൊണ്ട് ജയേട്ടത്തിയമ്മ താഴെ ഇറങ്ങി വന്നു. സങ്കടവും നീരസവും കലർന്ന ഒരു പ്രത്യേക ഭാവം അവരുടെ മുഖത്തുണ്ടായിരുന്നു. കമല ചോദിച്ചു, എന്തിനാ ജയേട്ടത്തിയമ്മയെ മോൻ കരയുന്നത്? അവർ പറഞ്ഞു, വിശന്നിട്ടാവും. കുറുക്കിയത് കൊടുക്കാനുള്ള സമയമായി. ജാനകി എവിടെ? അല്പം കുറുക്കി കൊണ്ടുവരാൻ അവരോട് പറയട്ടെ. വലിയേട്ടത്തിയമ്മ പറഞ്ഞു, ജാനകിയെ ഞാൻ ചാവടിയിലേക്ക് പറഞ്ഞു വിട്ടു. കുഞ്ഞിന്റെ കരച്ചിൽ ഏറി വന്നു. ജയേട്ടത്തിയമ്മ കൂടെ കരഞ്ഞു പോകുമെന്ന് അവരുടെ മുഖം കണ്ടപ്പോൾ കമലയ്ക്ക് തോന്നി. ഉള്ളിൽ ചിരിയാണ് വന്നത്. കുഞ്ഞിന് കൃത്യസമയത്ത് ധാന്യപ്പൊടി കുറുക്കിയത് തയ്യാറാക്കി മുകളിൽ കൊണ്ട് കൊടുത്തിരുന്നത് സീമന്തിനിയാണ്. വേണം, ഇവരെല്ലാവരും അവളുടെ വില അറിയണം. കുറുക്കിയത് താൻ തയ്യാറാക്കാമെന്ന് പറയാൻ ഭാവിച്ചതാണ്. പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചു. തന്നെത്താൻ തയ്യാറാക്കട്ടെ. താൻ അത്ര നല്ലവളാകേണ്ട കാര്യമില്ല. അടുക്കള എങ്ങനെയിരിക്കുന്നുവെന്ന് എല്ലാവരും ഒന്നറിയണം. അവൾ പറഞ്ഞു, കുഞ്ഞിനെ ഇങ്ങ് തരൂ ഏട്ടത്തിയമ്മേ. ഏട്ടത്തിയമ്മ കുറുക്കിയതുണ്ടാക്കി കൊണ്ടുവരൂ. കമല കുഞ്ഞിനെ എടുത്ത് തോളിൽ കിടത്തി. ജയേട്ടത്തിയമ്മ പിറുപിറുത്തു. എത്ര സ്പൂൺ പൊടിയാണ് സീമന്തിനി എടുത്തിരുന്നതെന്നറിയില്ല. ഏതോ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയുടെ ഭാവത്തോടെയാണ് ജയേട്ടത്തിയമ്മ അടുക്കളയിൽ പോയത്. വലിയേട്ടത്തിയമ്മ വേറെ എവിടെയോ ദൃഷ്ടികൾ ഊന്നി ഇമ പൂട്ടാതെ ചിന്തിക്കുകയാണ്. പെട്ടെന്നവർ ആത്മകഥമെന്നോണം പറഞ്ഞു, ചെറിയമ്മയുടെ കാലം കഴിയുമ്പോൾ സ്വത്ത് അവൾക്കാണെന്ന കാര്യം അവൾക്കറിയാം. ഇപ്പോൾ കഷ്ടപ്പെടേണ്ടി വന്നാലും പിന്നീടത് കൈക്കലാക്കാമെന്നുള്ള ഉറപ്പ് രണ്ടുപേർക്കും കാണും. നമ്മയെല്ലാം വിഡ്ഢികളാക്കി എന്നായിരിക്കും വിചാരം. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. നാസ്വാദ്വാരങ്ങൾ വികസിപ്പിച്ച് പല്ലുകൾ ഞെരിച്ച് അമർത്തി മൂളി ചുണ്ടുകൾ പ്രത്യേക രീതിയിൽ കൂർപ്പിച്ച് അവർ വീണ്ടും പൂമുഖത്തേക്ക് നടന്നു. അത്താഴം കഴിക്കാൻ സഹോദരന്മാർ 3 പേരും ഒരുമിച്ചാണ് തീൻമുറിയിൽ വന്നത്. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും അവർ സീമന്തിനിയെയും രവീന്ദ്രനെയും സ്വത്തിനെയും കുറിച്ച് മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ചൂതുകളിയിൽ പരാജയപ്പെട്ടു പോയ കള്ളച്ചൂതാളിയുടെ ഭാവമായിരുന്നു വലിയേട്ടന്റെ മുഖത്ത്. 2 പേരെയും കയ്യിൽ കിട്ടിയാൽ വധിച്ചു കളയാനുള്ള രോഷം സേതുവേട്ടന്റെ മുഖത്ത് ചുവന്നു കിടന്നു. തന്റെ സമർത്ഥരായ വലിയേട്ടനും വലിയേട്ടത്തിയമ്മയും ആലോചിച്ച് വേണ്ടതുപോലെയൊക്കെ ചെയ്യുമെന്ന വിശ്വാസം ഭർത്താവിന്റെ കണ്ണുകളിൽ അവൾ കണ്ടു. ഇത്രയും സമയമായിട്ടും ബോധമില്ലാതെ കിടക്കുന്ന അപ്പച്ചിയുടെ കാര്യം അന്വേഷിക്കാനോ അവരെ ചെന്ന് കാണാനോ ആരും തന്നെ മെനക്കെട്ടില്ലെന്ന കാര്യം അവൾ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഓർത്തു. അവൾ ഓർമ്മിപ്പിച്ചു, അപ്പച്ചിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. മയങ്ങി തന്നെ കിടക്കുകയാണ്. തലപൊട്ടി രക്തം കുറെ പോയതാണ്. വലിയേട്ടൻ പറഞ്ഞു, ഓ അതങ്ങ് മറന്നു. ഇനിയിപ്പോൾ ഈ രാത്രിയിൽ എന്ത് ചെയ്യാനാണ്? നേരം വെളുക്കട്ടെ. കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരാം.
സേതുവേട്ടൻ പറഞ്ഞു. രാമദാസൻ ഉണ്ടല്ലോ അടുത്ത്. രവീന്ദ്രൻ സ്വത്തും കൊണ്ടുപോകുമോ എന്ന ഭയത്തിൽ മുങ്ങിക്കിടക്കുകയാണ് വലിയ ഏട്ടതി അമ്മയാകെ. അവർക്ക് മറ്റാരുടെയും കാര്യം കേൾക്കാൻ താല്പര്യമില്ല. അത്താഴം കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറിയിൽ പോയി. രാമദാസൻ ആഹാരം കഴിക്കാതെ ചായ്പിലിരിക്കുകയാണ്. വിശന്നാൽ വിശക്കുമെന്ന് പറയാനോ ആഹാരം ചോദിച്ചു വാങ്ങാനോ അയാൾക്കറിയില്ല. പാവം, അയാൾക്ക് ആഹാരം കൊടുക്കാതെ ഉറക്കറയിലേക്ക് പോകാൻ കമലയ്ക്ക് മനസ്സു വന്നില്ല. പടിഞ്ഞാറേ മുറ്റത്ത് ലൈറ്റിട്ട് അവൾ ചായ്പിലേക്ക് നടന്നു. രാമദാസൻ പഴയപടി അമ്മയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുകയാണ്. കമലയെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, കണ്ണു തുറക്കണില്ലല്ലോ അമ്മ. രാമദാസേട്ടന് വിശക്കുന്നില്ലേ? പക്ഷേ ചോറ് ആര് തരാനാ ഇനി? സീമന്തിനി ഇല്ലല്ലോ. സീമന്തിനിക്ക് എന്താ പറ്റിയതെന്ന് രാമദാസേട്ടന് അറിയോ? അതെ, കുളത്തിൽ ചാടി ചത്തൂന്നാ ചെറിയമ്മായി പറഞ്ഞത്. ചത്തില്ലാട്ടോ, അവൾ ഇവിടുന്ന് എവിടേക്കോ പോയതാണത്രേ. കമല ഒരു കൊച്ചുകുട്ടിയോടെന്ന പോലെ പറഞ്ഞു. അയാൾ താടിക്ക് കൈ കൊടുത്ത് പറഞ്ഞു, അയ്യോ, ആ കൈതപ്പൂവും ചെമ്പകപ്പൂവും ഇനി ആർക്കാ കൊടുക്കുക? അത് നമുക്ക് അമ്പലത്തിൽ കൊടുക്കാമല്ലോ. രാമദാസേട്ടൻ പോയി ചോറ് കഴിച്ചിട്ട് വരൂ. ഞാൻ വിളമ്പി വെച്ചിട്ടാണ് വന്നത്. ഇനി എന്നും നിങ്ങൾ തരുമോ എനിക്ക് ചോറ്? തരാം. അയാൾ അടുക്കളയിലേക്ക് ഓടി. കമല അപ്പച്ചിയുടെ മുഖത്ത് നോക്കി. അവൾ അവരെ പല പ്രാവശ്യം മെല്ലെ തട്ടി വിളിച്ചു. അവർ വല്ലാതെ ഞരങ്ങാൻ തുടങ്ങി. അവർക്ക് ഉള്ളിൽ ബോധമുണ്ടാവുമോ? കണ്ണു തുറക്കാനോ സംസാരിക്കാനോ സാധിക്കാത്തതാണോ? കമല വിഷാദത്തോടെ അവരെ നോക്കിയിരുന്നു. നിമിഷങ്ങൾക്കകം രാമദാസൻ ഊണ് കഴിഞ്ഞ് ചായ്പിലെത്തി. കമല ചായ്പിൽ നിന്നിറങ്ങവേ പറഞ്ഞു, രാമദാസേട്ടൻ ഉറങ്ങാതെ അടുത്ത് കുത്തിരിക്കുകയൊന്നും വേണ്ട. താഴെ പായ വിരിച്ചു കിടന്നോളൂ. ലൈറ്റ് അണയ്ക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഉണർന്നു നോക്കിയാൽ മതി. വെള്ളം വേണോ എന്ന് ചോദിക്കണം. വേണമെന്ന് പറഞ്ഞാൽ വായിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അയാൾ തല കുലുക്കി. അടുക്കള പൂട്ടി ഉറക്കറയിലെത്തുമ്പോൾ ഭർത്താവ് പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണിത്തീരുന്നതുവരെ അവൾ നിശബ്ദയായി അടുത്തിരുന്നു. പണപ്പെട്ടി അലമാരയിൽ വെച്ച് പൂട്ടി അയാൾ കിടക്കാൻ ഭാവിച്ചപ്പോൾ കമല പറഞ്ഞു, എങ്കിലും എനിക്ക് വളരെ പ്രയാസമുണ്ട് നിങ്ങളുടെയൊക്കെ പെരുമാറ്റത്തിൽ. എന്തു പറ്റി? ഞങ്ങളാണോ അവളോട് ഒളിച്ചോടാൻ പറഞ്ഞത്? സീമന്തിനിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് അപ്പച്ചിയുടെ കാര്യമാണ്. അവർക്ക് അസുഖം വളരെ കൂടുതലാണ്. വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. വലിയേട്ടൻ പറഞ്ഞതാണല്ലോ നാളെ രാവിലെ ഡോക്ടറെ വിളിക്കാമെന്ന്. ഈ രാത്രിയിൽ ഇനി പട്ടണത്തിൽ ചെന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ പറ്റുമോ? ഇവിടെ ഇപ്പോൾ നമ്മൾ 6 പേരിൽ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ അസുഖമെങ്കിൽ നാളെ നേരം വെളുക്കുന്നത് വരെ കാത്തു നിൽക്കുമായിരുന്നോ? അയാൾ നീരസത്തോടെ ചോദിച്ചു. തുടങ്ങിയോ നീ ക്രോസ് വിസ്താരം? അവൾ അടുത്ത് ചെന്ന് നിന്ന് ഭർത്താവിന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഒന്നാലോചിച്ചു നോക്കൂ. അപ്പച്ചിക്ക് ഒരേ ഒരു മകനേയുള്ളൂ. അത് മന്ദബുദ്ധിയായി പോയി. നിങ്ങൾ 3 പേരെ ആശ്രയിച്ച് അവർ ഇവിടെ വന്ന് താമസമായി. അവർക്കുള്ളതെല്ലാം അവർ നമുക്ക് തരികയും ചെയ്തു. ഇന്ന് വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഈ സന്ദർഭത്തിൽ അവരെ ഒന്ന് പോയി കാണുകയെങ്കിലും ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? ഒരു വളർത്തുമൃഗത്തിനു പോലും നമ്മൾ ശുശ്രൂഷ കൊടുക്കില്ലേ? കുറഞ്ഞപക്ഷം എന്റെ ഭർത്താവെങ്കിലും അവരെ പോയി ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നാളെ ഇങ്ങനെയൊരവസ്ഥ ആർക്കാ വന്നുകൂടാത്തത്? അയാൾ കമലയുടെ മുഖത്ത് അല്പനേരം നോക്കി നിന്നു. പിന്നെ അംഗവസ്ത്രം എടുത്ത് ചുമലുകൾ പുതച്ച് പറഞ്ഞു, എങ്കിൽ വാ, ചായ്പ് വരെ പോയി വരാം. കമലയ്ക്ക് സന്തോഷം തോന്നി. അവർ ചായ്പിലേക്ക് നടന്നു. കതകിൽ തട്ടിയപ്പോൾ രാമദാസൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു. അവർ രണ്ടുപേരും കട്ടിലിനരികിൽ ചെന്നു നിന്നു. കമല വിളിച്ചു, അപ്പച്ചി, ഇതാ ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഞരക്കം മാത്രമേ അവരിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. കമല അപ്പച്ചിയുടെ ചെവിയോട് മുഖം അടുപ്പിച്ച് ചോദിച്ചു, അപ്പച്ചി, വെള്ളമോ മറ്റോ വേണോ കുടിക്കാൻ? അവർ ഞരക്കത്തോടെ വായലേശം തുറക്കുന്നത് കണ്ടു. കമല വേഗം ഗ്ലാസ്സിൽ വെള്ളമെടുത്തു. സദാനന്ദൻ മന്ത്രിച്ചു, കിടപ്പ് കണ്ടിട്ട് കോൾ അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. ഏതിനും നാളെ നേരം വെളുത്തിട്ടേ പറ്റൂ. കമല ഗ്ലാസും സ്പൂണും ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. നിങ്ങൾ തന്നെ ഒഴിച്ചു കൊടുക്കൂ. അയാൾ അവരുടെ വായിൽ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തു. അല്പം വിഴുങ്ങിയിട്ട് അവർ വീണ്ടും നിശബ്ദയായി കിടന്നു. നേർത്ത ശ്വാസചലനങ്ങൾ മാത്രം ബാക്കി നിന്നു. വീണ്ടും അമ്മയെ ശ്രദ്ധിക്കണമെന്ന് രാമദാസേട്ടനോട് പറഞ്ഞ് അവർ ചായ്പിൽ നിന്നിറങ്ങി. ഭർത്താവ് ഇത്രയും ചെയ്തത് ഒരു വലിയ സംതൃപ്തിയായി കമലയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അല്പം വൈകിയാണ് ഉണർന്നത്.
ഇന്നലെ രാവിലെ മുതൽ അനുഭവിച്ച മാനസിക പീഡനം തന്നെ വല്ലാതെ തളർത്തി ഉറക്കിക്കളഞ്ഞു. കമല ധൃതിയിൽ അടുക്കളയിലേക്ക് കടന്നു. ജാനകിയും താമസിച്ചാണ് അടുക്കളയിൽ എത്തിയത്. അവർ കമലയെ കണ്ടയുടനെ പറഞ്ഞു, ചെറിയമ്മ ഇന്നലെ ചൊവ്വേ ഉറങ്ങിയില്ല. പാതിരാത്രി കഴിഞ്ഞ് അവർ ഉണർന്നു തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ ചാവടി വെളിയിൽ നിന്ന് പൂട്ടി വന്നിരിക്കുകയാണ്. കരച്ചിലോട് കരച്ചിലാണവർ. കമല പറഞ്ഞു, അപ്പച്ചിയും വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഞാൻ ചായ്പു വരെ ഒന്ന് പോയി വരട്ടെ. ജാനകി ചേച്ചി ഇഡലി പ്രത്യേകം ഒരുക്കാൻ. ഇന്ന് സമയമില്ല. ഇന്നങ്ങനെ മതി. ആ പെൺകൊച്ചിന്റെ വില എല്ലാവരും ഒന്നറിയട്ടെ. ജാനകി പിറുപിറുത്തു. കമല ചായ്പിലേക്ക് നടന്നു. രാമദാസൻ വാതിൽ തുറന്ന് വീണ്ടും പായയിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അവൾ കട്ടിലിനരികിൽ ചെന്ന് നിന്നു. കമല ഞെട്ടിപ്പോയി. ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയാതെ നെഞ്ചിൽ കൈകൾ പിണച്ചു വെച്ച് അവൾ കണ്ണുകൾ മിഴിച്ചു നിന്നു. അപ്പച്ചിയുടെ അടഞ്ഞ കണ്ണുകളിലും വായുടെ കോണുകളിലും മാറിൽ പിണച്ചു വെച്ച കൈനഖങ്ങളിലും ഉറുമ്പിൻ കൂട്ടങ്ങൾ. ശ്വാസഗതി നിലച്ചിരിക്കുന്നു. വിളറി വെളുത്ത ചുണ്ടുകൾ. അവൾ കൈത്തണ്ട പിടിച്ചു നോക്കി. മരണത്തിന്റെ തണുപ്പ്, അവയവങ്ങൾക്ക് തടിയുടെ ദൃഢത. അപ്പച്ചി മരിച്ചു കിടക്കുകയാണ്. ഇത് ഇന്നലെ രാത്രി തങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മടങ്ങിയ ഉടനെ സംഭവിച്ചതായിരിക്കും. അവൾ വീട്ടിലേക്ക് ഓടി. ഉറക്കറയിലേക്ക് ഓടവേ അടുക്കളയിൽ നിൽക്കുന്ന ജാനകിയോട് വിവരം വിളിച്ചു പറഞ്ഞു. അവൾ ഭർത്താവിനെ കുലുക്കി ഉണർത്തി. എഴുന്നേൽക്കൂ, അപ്പച്ചി മരിച്ചു കിടക്കുകയാണെന്ന് തോന്നുന്നു. അയാൾ ചാടി എഴുന്നേറ്റു. ഓ! അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്നലെ രാത്രി നിങ്ങൾ കൊടുത്ത ജലമായിരുന്നു അവരുടെ അവസാനത്തെ അത്താഴം. പാവം. അയാൾ നിശബ്ദനായി നിന്നു. അയാളുടെ മുഖത്ത് നേർത്ത ദുഃഖഭാവം പടരുന്നത് അവൾ കണ്ടു. അവളുടെ തല തഴുകി അയാൾ സ്വരം താഴ്ത്തി പറഞ്ഞു, ഇന്നലെ നീ എന്നെ വിളിച്ചു കൊണ്ടുപോയത് നന്നായി. മുറിയിൽ നിന്നിറങ്ങവേ അയാൾ പറഞ്ഞു, ഞാൻ ഏട്ടന്മാരെ വിവരം അറിയിക്കട്ടെ. ഏട്ടന്മാരും ഏട്ടത്തിയമ്മമാരും താഴെ ഇറങ്ങി വന്നു. ബന്ധുക്കളെയെല്ലാം ഫോൺ വഴി വാർത്ത അറിയിച്ചു. മണിക്കൂറുകൾക്കകം ബന്ധുക്കളും നാട്ടിൻപുറത്തെ ബ്രാഹ്മണരും തേക്കുംകാട് മഠത്തിലെത്തി. കുളിപ്പിച്ച് മുളകൊണ്ടുണ്ടാക്കിയ ശവമഞ്ചത്തിൽ ശരീരം കിടത്തി. രാമദാസനെ കൊണ്ട് പുരോഹിതൻ ശേഷക്രിയകൾ ചെയ്യിച്ചു. ശരീരത്തിൽ കാവിപ്പുടവ വിരിച്ചു. മുണ്ടനം ചെയ്ത തലയുടെ ഒരു വശത്ത് കരിവാളിച്ച മുറിവും രക്തം ചത്ത നീല വൃത്തവും തെളിഞ്ഞു കാണാമായിരുന്നു. ജാനകി ചെറിയമ്മയെ താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. മരിച്ചു കിടക്കുന്ന അപ്പച്ചിയല്ല, ചെറിയമ്മയുടെ അപ്പോഴത്തെ മുഖഭാവമായിരുന്നു കമലയുടെ മനസ്സിൽ ആഴമേറിയ ദുഃഖം ഉളവാക്കിയത്. അവർക്ക് ഒന്നും പറയാൻ ശക്തിയില്ലായിരുന്നു. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് കണ്ണീരൊഴുക്കി അപ്പച്ചിയുടെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു. കൃത്രിമമായ ഒരു ദുഃഖഭാവം മുഖത്ത് വരുത്തി വലിയേട്ടത്തിയമ്മ ജഡത്തിനരികിൽ തന്നെ നിന്നു. ജയേട്ടത്തിയമ്മ കുഞ്ഞിനെയും തോളിൽ കിടത്തി പൂമുഖത്തെ ജനാലയിലൂടെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ നോക്കി നിന്നു. സഹോദരന്മാർ മൂവരും സ്വർണപ്പല്ല് വെച്ച ചെറിയച്ഛനും ചേർന്ന് ശവമഞ്ചം ഉയർത്തി. രാമദാസേട്ടന്റെ കയ്യിൽ അഗ്നിനിഷ്ഠിക കൊടുത്തു. മകന്റെ കയ്യിൽ നിന്ന് ചിതയ്ക്കുള്ള തീനാളം ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം മാത്രമേ അപ്പച്ചിക്കുള്ളൂ. ആ മകനിൽ നിന്നും മറ്റു യാതൊരു സന്തോഷവും അവർ അനുഭവിച്ചിട്ടില്ല. ഒരു ജന്മത്തിലെ പൗർണമി നാളുകൾ അത്രയും നോറ്റ വ്രതങ്ങളുടെ ഫലങ്ങൾ ഇനി അടുത്ത ജന്മത്തിലാവും അവർക്ക് കിട്ടുക. തെക്കേ അതിർത്തിയിൽ ചിതയൊരുക്കി. രാമദാസൻ കൊളുത്തിയ അഗ്നി ആളിപ്പടർന്നു. കമല നനഞ്ഞ മിഴികളോടെ തീനാളത്തിലേക്ക് നോക്കി നിന്നു. തേക്കുംകാട് മഠത്തിലെ ഒരു അന്തേവാസിയുടെ ജന്മം അവസാനിച്ചു. കമല ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ചു. അധ്യായം 33. അപ്പച്ചിയുടെ അസ്ഥിപൂജയും 13-ാം ദിവസത്തെ സബിണ്ട അടിയന്തരവും ഒരു ഉത്സവം പോലെയാണ് നടത്തിയത്. പ്രായമായവർ മരിക്കുമ്പോൾ മരണം ഉത്സവമായി മാറുന്നു. തേക്കുംകാടിന്റെ പ്രതാപം കൊഴിപ്പിച്ചു കാണിക്കാൻ ഇത്തരം അവസരം ഇവിടെയുള്ളവർ പാഴാക്കാറില്ല. മുറ്റത്ത് വലിയ പന്തലുയർന്നു. അടിയന്തരത്തിന് വന്ന പാവപ്പെട്ടവർക്കെല്ലാം വസ്ത്രം, കുട, പാദരക്ഷകൾ തുടങ്ങിയവ ദാനം നൽകി. എല്ലായിടത്തും ആണുങ്ങൾ 3 പേരും വലിയേട്ടത്തിയമ്മയും നിറഞ്ഞു നിന്നു. വന്നവരെല്ലാവരും ആരാധനാഭാവത്തോടെയാണ് തങ്ങളെയൊക്കെ നോക്കിയിരുന്നത്. വിധവയും ഒരു മന്ദബുദ്ധിയുടെ അമ്മയുമായ അപ്പച്ചിയെ അവസാനം വരെ സംരക്ഷിക്കുക മാത്രമല്ല, മരണാനന്തര ക്രിയകളും ആർഭാടത്തോടെ നടത്തുകയും ആത്മാവിന്റെ സൽഗതിക്കു വേണ്ടി അന്നം, വസ്ത്രം തുടങ്ങിയവ ദാനം ചെയ്യുകയും ചെയ്ത അവർ എത്ര സന്മനസ്സുള്ളവരാണെന്ന് അടിയന്തരത്തിന് വന്നവർ പരസ്പരം പറയുന്നത് കമല പല പ്രാവശ്യം കേൾക്കുകയും ചെയ്തു.
തേക്കുംകാടിലെ കാരണവരുടെ മൂത്ത പെങ്ങൾ മരിച്ചതറിഞ്ഞ് പരദേശത്തു നിന്നും അടിയന്തരത്തിനെത്തിയ ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് നാണയങ്ങൾ നിറച്ച പണക്കിഴികൾ ദക്ഷിണയായി നൽകി. അങ്ങനെ തേക്കുംകാട് മഠം സൽക്കർമ്മങ്ങളുടെ പ്രതീകമായി. ഒരു അവതാര പുരുഷനെ വീക്ഷിക്കുന്നത് പോലെയാണ് സ്ഥലവാസികൾ വലിയേട്ടനെ വീക്ഷിച്ചത്. അദ്ദേഹവും വലിയേട്ടത്തിയമ്മയും കാണിക്കുന്ന ആത്മാർത്ഥതയുടെ പൊള്ളത്തരം കനത്ത പുച്ഛമായി കമലയുടെ മനസ്സിൽ ഉറഞ്ഞു നിന്നു. അന്ന് താൻ ചായ്പിൽ ചെന്ന് അപ്പച്ചിയെ നോക്കിയില്ലായിരുന്നെങ്കിൽ ആ ശരീരം ജീർണിച്ച് നാറ്റം വെക്കാൻ തുടങ്ങുമ്പോഴേ ഇവിടെയുള്ളവർ അറിയുമായിരുന്നുള്ളൂ. എന്നിട്ടിപ്പോൾ ദാനം നൽകി സുഹൃതികളായിരിക്കുന്നു. അപ്പച്ചിയുടെ നിര്യാണത്തിൽ ഉള്ളഴിഞ്ഞ് ദുഃഖിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഇവിടെ, ചെറിയമ്മ മാത്രം. പക്ഷേ അതറിയാൻ ആരുണ്ട്? കാരണവരുടെ രണ്ടാം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്നും ചാവടിയിലിട്ട് പൂട്ടിയിരിക്കുകയാണെന്നും സ്ത്രീകൾ അടക്കം പറയുന്നത് താൻ കേട്ടു. സീമന്തിന് വീട് വിട്ട് ഇറങ്ങിപ്പോയ കാര്യം തേക്കുംകാടിലെ പുറം വേലക്കാരികൾ പറഞ്ഞ് നാട്ടിൻ പുറത്തുള്ളവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. വലിയേട്ടത്തിയമ്മയുടെ പണക്കാരിയായ സ്നേഹിത അവരോട് ചോദിക്കുന്നത് കമല കേട്ടതാണ്. സീതയുടെ ഇളയ നാത്തൂൻ ഇറങ്ങിപ്പോയെന്ന് കേട്ടല്ലോ, എന്തു തോന്നി ആ കുട്ടിക്ക്? അഹങ്കാരം അല്ലാതെന്താ? അവൾക്ക് എന്തിന്റെ കുറവാണിവിടെ? നന്ദിയില്ല. 7 പവന്റെ മാലയാ 2 ആഴ്ച മുമ്പ് ഞാൻ അവൾക്ക് ഇട്ടുകൊടുത്തത്. കേട്ടുകൊണ്ടു നിന്ന സ്ത്രീകൾ മൂക്കത്ത് വിരൽ വെച്ചു. ആരോ പറഞ്ഞു, ഈ അമ്മ വളർത്തിയ മകളല്ലേ? കമലയ്ക്ക് ദേഷ്യം പതഞ്ഞു പൊങ്ങി. എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കാൻ തോന്നിയില്ല. മൂക്കിന്റെ തുമ്പത്ത് വിരൽ വെച്ച് കഷ്ടം പറഞ്ഞു നിന്ന ഒരു സ്ത്രീയോട് കമല സ്വരം താഴ്ത്തി പറഞ്ഞു, അവൾ ഇറങ്ങിപ്പോയതിന്റെ കാരണം നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? അപ്പച്ചിയുടെ മോൻ രാമദാസനില്ലേ, അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഇവിടെ തീരുമാനിച്ചു. അവൾക്കതിഷ്ടമില്ലായിരുന്നു. പക്ഷെ ആ സ്ത്രീ വലിയേട്ടത്തിയമ്മയുടെ പക്ഷത്തായിരുന്നു. എങ്കിലും കമല ഒന്നും പറഞ്ഞില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആളുകൾക്കെന്നും പ്രയാസമേറിയതാണ്. നുണകൾ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ ആ രംഗത്ത് നിന്നു തന്നെ പിന്മാറി. അപ്പച്ചിയുടെ മരണവിവരം അറിയിച്ചതനുസരിച്ച് അച്ഛൻ എത്തിയെങ്കിലും രഹസ്യമായി യാതൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അടിയന്തരം കഴിഞ്ഞ ഉടനെ അച്ഛൻ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഭർതൃഗൃഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മൂത്ത നാത്തൂന്മാരും സഹോദരങ്ങളും ചേർന്ന് എന്തൊക്കെയോ രഹസ്യ ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്തായിരിക്കും ഇവരുടെ പരിപാടി എന്നറിയില്ല. താൻ അവർ നിൽക്കുന്ന ഭാഗത്തുകൂടെ പോവുകയാണെങ്കിൽ സ്വിച്ച് അമർത്തിയാൽ എന്ന പോലെ പൊടുന്നനെ സംഭാഷണം നിർത്തുന്നുമുണ്ട്. അക്കാര്യത്തിൽ ഭർത്താവും അവരോടൊപ്പം ഉണ്ടല്ലോ എന്നത് അവളെ വിഷമിപ്പിക്കാതിരുന്നില്ല. അവൾക്കാകെ ഒരു വിരസതയാണ് തോന്നിയത്. ഒറ്റപ്പെട്ടു പോയതുപോലെയുള്ള ഒരനുഭവം. ഭർത്താവും എന്നും ചൂടുപിടിച്ച ചിന്തയിലാണ്. സീമന്തിനി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും ഏകാന്തത തോന്നുമായിരുന്നില്ല. ജയേട്ടത്തിയമ്മയും ഒറ്റപ്പെട്ടതുപോലെ മുകളിൽ അവരുടെ സ്വന്തം മുറിയിലിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഏകാന്തത അകറ്റാൻ അവർക്കൊരു കുഞ്ഞുണ്ടല്ലോ, തനിക്കൊരു കുഞ്ഞ്. എന്താണിതുവരെ തനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകാത്തത്? കുറേ ദിവസങ്ങളായി ഈ ഒരു ചിന്ത തന്റെ മനസ്സിനെ അലട്ടാൻ തുടങ്ങുന്നു. ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടാലോ? വരട്ടെ, കുറെ നാൾ കൂടി കാത്തിരിക്കാം. ബന്ധുക്കൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. തേക്കുംകാട് മഠം വീണ്ടും നിശബ്ദതയിലാണ്ടു. ആണുങ്ങൾ ചർച്ച പൂമുഖത്തിനുള്ളിൽ മന്ത്രജപം പോലെ തങ്ങി നിന്നു. വലിയേട്ടത്തിയമ്മ ഗോവണിപ്പടികൾ കയറി ഇറങ്ങുന്ന ശബ്ദം മാത്രം ഇടയ്ക്കിടയ്ക്ക് വീടിനെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. അപ്പച്ചിയുടെ മരണം പ്രമാണിച്ച് വീട്ടിൽ പ്രത്യേകം പാചകക്കാരെ നിയമിച്ചിരുന്നത് കൊണ്ട് അടുക്കള ജോലിയുടെ വിഷമം ആരും അറിഞ്ഞിരുന്നില്ല. പാചകക്കാരെ പിരിച്ചുവിട്ടപ്പോൾ വീണ്ടും ജാനകിയും കമലയും മാത്രമായി അടുക്കളയിൽ. രാവിലെ പലതരം വിഭവങ്ങൾ ഒരുക്കാൻ ജാനകി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. പുറംജോലിക്ക് വരുന്ന വേലക്കാർക്ക് അടുക്കളയിൽ പ്രവേശനമില്ല. ജാനകിയെ സഹായിക്കാൻ കമലയല്ലാതെ മറ്റാരുമില്ല. സീമന്തിനി എത്ര ചിട്ടയോടെയാണ് ഓരോ ജോലിയും ചെയ്തിരുന്നതെന്ന് കമല ഓർത്തു. നേരം നല്ലതുപോലെ വെളുത്തിട്ടും ഏട്ടത്തിയമ്മമാർ രണ്ടുപേരും താഴോട്ടിറങ്ങി വന്നില്ല. പഴയതുപോലെ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നാൽ സീമന്തിനിയുടെ വില ഇവരാരും അറിയില്ല. അല്ലെങ്കിലും താൻ എന്തിന് എല്ലാവർക്കും കൂടി കഷ്ടപ്പെടണം? അവരെ പോലെ പണമുള്ള വീട്ടിൽ വളർന്നവളല്ലെങ്കിലും താനും ഇവിടുത്തെ മരുമകളല്ലേ? അവരുടെ സ്ഥാനം തന്നെ തനിക്കുമുണ്ടല്ലോ. തന്റെ ഭർത്താവിന് ഇഷ്ടമുള്ള വിഭവം മാത്രമേ താൻ ഒരുക്കൂ.
പിന്നെ രാമദാസനും ചെറിയമ്മയ്ക്കും കൃത്യസമയത്ത് താൻ ആഹാരം കൊടുക്കും, അത്ര തന്നെ. ജാനകി പിറുപിറുത്തു. സേതു ഇപ്പോൾ ഇറങ്ങി വരും. ഉപ്പുമാവ് ഇതുവരെ ശരിപ്പെടുത്തിയിട്ടില്ല. വലിയേട്ടന് വേണ്ടി ചപ്പാത്തി പരത്താൻ പോകുമോ, സേതുവിന് വേണ്ടി ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുമോ? ആകെ 2 കൈയല്ലേ എനിക്കുള്ളൂ. കമല ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ആ 2 കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ജോലി മാത്രം ചെയ്താൽ മതി ജാനകി ചേച്ചി. വേണമെങ്കിൽ ആവശ്യക്കാർ വന്ന് ചെയ്യട്ടെ. ഇഡലി ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. എന്റെ ഭർത്താവിനും ചെറിയമ്മയ്ക്കും രാമദാസനും വേലക്കാർക്കും ഇഡലി വേണമല്ലോ. വലിയേട്ടത്തി അമ്മയ്ക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്ന് മുഴുവൻ വഴക്കായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ആവശ്യക്കാർ വന്ന് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന്. ഇവിടെ ഒരു പെൺകുട്ടി കിടന്ന് കഷ്ടപ്പെട്ടിരുന്നത് എങ്ങനെയെന്ന് ഇവരെല്ലാവരും അറിഞ്ഞേ പറ്റൂ. അതൊന്നും വലിയേട്ടത്തി അമ്മയ്ക്ക് മനസ്സിലാവില്ല. അവരിപ്പം ചാടി ഇറങ്ങി വന്ന് എന്നെ മുഴുവനോടെ വിഴുങ്ങും. ശമ്പളം തരുന്നത് അവരല്ലേ. ജാനകിയോട് സഹതാപം തോന്നിയെങ്കിലും ഏട്ടന്മാർക്കും ഭാര്യമാർക്കും വേണ്ടി അവരെ സഹായിക്കാൻ അവൾക്ക് തോന്നിയില്ല. കമല പറഞ്ഞു. ജാനകി ചേച്ചിക്ക് ഒന്നും തോന്നരുത്. ഞാനും കൂടി വിചാരിച്ചാൽ ഈ ജോലികൾ സമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഞാനത് ചെയ്യില്ല. അടിമപ്പണി ചെയ്യാൻ ഞാൻ സീമന്തിനിയോ രാമദാസനോ അല്ല. ജാനകി ചേച്ചിയോട് ദയയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്ക് വേണ്ടിയുള്ളത് ഞാൻ ചെയ്യില്ല തന്നെ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. ആദ്യം ഇറങ്ങി വന്നത് ജയേട്ടത്തി അമ്മയാണ്. അവർ കുഞ്ഞിനു വേണ്ടിയുള്ള ആഹാരം തയ്യാറാക്കുന്നത് തന്നെ സങ്കടത്തോടെയാണ്. പിന്നെ എങ്ങനെ പ്രാതലൊരുക്കാൻ വരും? അവർ തീൻമേശയ്ക്കപ്പുറത്തു നിന്നും അടുക്കളയിലും ഒക്കെ നോക്കി. പിന്നെ ജാനകിയോട് ചോദിക്കുന്നത് കേട്ടു. ഉപ്പുമാവായില്ലേ? ഇല്ല കുഞ്ഞെ, ഓരോന്നോരോന്ന് ചെയ്തു വരികയാണ്. ഈ ചപ്പാത്തി ഒന്ന് ചുട്ടു തീരട്ടെ. അതുവരെ കാത്തിരിക്കാൻ ഏട്ടന് സമയം കാണത്തില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാനാ കുഞ്ഞെ? നേരം വെളുക്കുന്നതിനു മുൻപ് 10,000 തരം പലഹാരം ഒരുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ സീമന്തിനി കുഞ്ഞു ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും പ്രയാസം അറിഞ്ഞില്ല, നിങ്ങളും പ്രയാസം അറിഞ്ഞില്ല. ഇനിയിപ്പം എന്നെ സഹായിക്കാൻ ഒരു വേലക്കാരിയെ കൂടെ നിയമിക്കണം. അല്ലെങ്കിൽ എല്ലാവരും കൂടി സഹകരിച്ചങ്ങ് ചെയ്യണം. നിങ്ങൾ അധികം സംസാരിക്കേണ്ട. ചെയ്യാൻ വയ്യെങ്കിൽ വയ്യെന്ന് പറഞ്ഞാൽ മതി. ജയേട്ടത്തി അമ്മയുടെ കവിളുകൾ സങ്കടവും ദേഷ്യവും കൊണ്ട് ചുവന്നു. അവർ ഇപ്പോൾ കരയുമെന്ന് തോന്നി. കമല പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇഡലിയും ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ. അവർ മറുപടി പറയാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും സേതുവേട്ടൻ തീൻമുറിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ജയേട്ടത്തിയമ്മ പറയുന്നത് കേട്ടു. ഇന്ന് ഉപ്പുമാവായില്ല. എനിക്ക് കാത്തിരിക്കാൻ സമയമില്ല. അവർ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. നിനക്ക് വന്ന് നേരത്തെ അതുണ്ടാക്കിയാൽ എന്തായിരുന്നു? സേതുവേട്ടൻ ആദ്യമായിട്ടാണ് ഭാര്യയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് തോന്നുന്നു. സീമന്തിനിയുള്ള സമയത്ത് ആഹാരം തയ്യാറാക്കാൻ വൈകിയാൽ അടുക്കളയിൽ വന്ന് കയർക്കാറുണ്ടായിരുന്നെന്ന് അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജയേട്ടത്തിയമ്മയും കനത്ത ശബ്ദത്തിൽ പറയുന്നത് കേട്ടു. എനിക്ക് ഈ അടുക്കള പണിയൊന്നും ചെയ്ത് പരിചയമില്ല. ഒന്നുകിൽ ഒരു വേലക്കാരിയെ കൂടി ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരാളെ കിട്ടുന്നതുവരെ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടാക്കണം. നിനക്ക് ലജ്ജയില്ലേ അല്പം ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറയാൻ? വലിയേട്ടത്തിയമ്മ ഇറങ്ങി വരുന്ന ശബ്ദം. സേതുവേട്ടൻ ദേഷ്യപ്പെടുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ചോദിച്ചു. എന്താ, എന്തു പറ്റി? ആരും മറുപടി പറഞ്ഞില്ല. സേതുവേട്ടൻ പ്രാതൽ കഴിക്കാതെ ഇറങ്ങിപ്പോയി. ജയേട്ടത്തിയമ്മ മുഖം വീർപ്പിച്ചുകൊണ്ട് മുകളിൽ കയറിപ്പോയി. വലിയേട്ടത്തിയമ്മ അടുക്കളയിൽ വന്ന ജാനകിയോട് ചോദിച്ചു. എന്താ സേതു ഇറങ്ങിപ്പോയത്? ഉപ്പുമാവ് ആയില്ലായിരുന്നോ? ഇല്ല. അതെന്താ ജാനകി അത് ഒരുക്കാത്തത്? എല്ലാം കൂടി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. സീമന്തിനി കുഞ്ഞുണ്ടായിരുന്നത് കൊണ്ടല്ലേ മുറ പോലെ ഇവിടെ എല്ലാം ഒരുക്കാൻ കഴിഞ്ഞിരുന്നത്. എനിക്കെല്ലാം കൂടി ചെയ്യാൻ പ്രയാസമാണ്. ജാനകി ഭവ്യതയോടെ തുടർന്നു. ഇതാ ചപ്പാത്തിയും കറിയും ആയിട്ടുണ്ട്. പാൽക്കഞ്ഞി ഉണ്ടാക്കിയില്ല. നിങ്ങൾക്ക് അല്പം നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്തുകൂടെ? അവർ ഗൗരവത്തോടെ ചോദിച്ചു. ഞാൻ ചാവടിയിലല്ലേ ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ ആരെങ്കിലും എഴുന്നേറ്റ് അടുക്കള തുറക്കാതെ എനിക്ക് വരാൻ പറ്റുമോ? അല്ലെങ്കിലും ഇങ്ങനെ ശ്വാസം വിടാതെ എല്ലാം കൂടി ചെയ്താൽ ഞാനങ്ങ് ചത്തുപോകും. കമല പച്ചക്കറി അരിയുന്നതിനിടയിൽ ഒരു നാടകം കാണുന്ന കൗതുകത്തോടെ എല്ലാം കണ്ടുകൊണ്ടിരുന്നതേയുള്ളൂ. വലിയേട്ടത്തിയമ്മ പറഞ്ഞു. അത് ശരിയാണ്. എല്ലാം കൂടി ചെയ്യാൻ നിനക്ക് പറ്റില്ല. നിന്നെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് ഇങ്ങനെ എല്ലാ ജോലിയും ചെയ്യിക്കാനുമല്ല. എന്തായാലും കുറച്ചുനാൾ കൂടി ഇങ്ങനെ പോകട്ടെ. പിന്നെ എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെ ചപ്പാത്തി എടുത്തു കൊടുത്ത് പാൽക്കഞ്ഞി വേഗം തയ്യാറാക്കാൻ ജാനകിയോട് കൽപ്പിച്ചിട്ട്
അവർ മുകളിൽ കയറിപ്പോയി. ചെറിയമ്മ വളരെ ശാന്തയാണിപ്പോൾ. അപ്പച്ചി മരിച്ചതിന്റെ പിറ്റേന്നായിരുന്നു അത്. ചെറിയമ്മ അന്ന് രാവിലെയും കുളക്കരയിൽ ചെന്ന് നിന്ന് നിലവിളിക്കുകയും ബഹളം വെക്കുകയും ചെയ്തു. വലിയേട്ടനും വലിയേട്ടത്തിയമ്മയുമാണ് തന്റെ മകൾക്ക് ഇങ്ങനെ ഒക്കെ സംഭവിക്കാൻ കാരണമെന്ന് അവർ ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. വലിയേട്ടത്തിയമ്മ അടുക്കളയിൽ നിന്ന് ആരോടെന്നില്ലാതെ കനത്ത ശബ്ദത്തിൽ പറയുന്നത് കമല കേട്ടു. ഈ സ്ത്രീക്ക് ഭ്രാന്ത് കൂടുന്ന ലക്ഷണമാണ്. ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് ഓടി നടക്കാൻ തുടങ്ങിയാൽ ചങ്ങലക്കിടേണ്ടി വരും. കമലയുടെ മനസ്സ് അത് കേട്ട് അസ്വസ്ഥമായി. അന്നുച്ചയ്ക്ക് ആഹാരവുമായി ചാവടിയിൽ പോയപ്പോൾ കമല പറഞ്ഞു, ചെറിയമ്മ ഇങ്ങനെ ബഹളം വെച്ചാൽ അന്നത്തെ പോലെ ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന് കുത്തിവെപ്പിക്കുമെന്നും മറ്റും അവിടെ പറയുന്നത് കേട്ടു. എത്ര പറഞ്ഞിട്ടും ചെറിയമ്മ ഇങ്ങനെയൊക്കെ കാട്ടുന്നത് എന്തിനാണ്? അവർ ദൈന്യഭാവത്തിൽ പറഞ്ഞു. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല കുട്ടി. അവൾക്ക് എന്തു പറ്റിയെന്ന് പോലും അറിയില്ലല്ലോ. കമല താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. എന്തു പറ്റിയെന്ന് ഞാൻ പറയാം. അവർ ആകാംക്ഷയോടെ കമലയുടെ മുഖത്ത് നോക്കി. അവൾ പറഞ്ഞു, വിഷ്ണു ക്ഷേത്രത്തിലെ പുരോഹിതന്റെ അനിയന്റെ മകൻ രവീന്ദ്രനെ അറിയുമോ ചെറിയമ്മ? അവന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു. രാമദാസനെ കൊണ്ട് കെട്ടിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. ചെറിയമ്മയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിച്ചു. ഇതാര് പറഞ്ഞു കമലേ നിന്നോട്? അവൾ നിന്നെ അറിയിച്ചിട്ടാണോ പോയത്? അവർ തമ്മിൽ സ്നേഹമാണെന്നറിയാമായിരുന്നു. വലിയേട്ടത്തിയമ്മ പുരോഹിതന്റെ വീട്ടിൽ പോയിരുന്നു രവീന്ദ്രനെ കാണാൻ. സീമന്തിനിയെ കാണാതായ രാത്രി മുതൽ തന്നെ അയാളെയും കാണാനില്ലെന്ന് അവർ പറഞ്ഞറിഞ്ഞു. അപ്പോൾ എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടല്ലേ? ഉള്ളതാണോ നീ പറയുന്നത്? സത്യം. എവിടെയാണ് അവർ പോയിരിക്കുന്നത്? അതൊക്കെ എങ്ങനെ അറിയും? എന്തായാലും രവീന്ദ്രൻ നല്ല പയ്യനാണ്. അയാൾ അവളെ സംരക്ഷിക്കും, തീർച്ച. അതുകൊണ്ട് ചെറിയമ്മയ്ക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിലേ ഇനി ഇങ്ങനെ ബഹളം വെക്കരുത്. ചാവടിയിൽ വെറുതെ ഇരിക്കുകയേ ആകാവൂ. അതിനുശേഷം ചെറിയമ്മ വളരെ ശാന്തയും മൗനിയുമാണ്. ആഹാരം കൊണ്ടുപോകുമ്പോഴെല്ലാം പറയുന്ന പല്ലവി ഒന്ന് തന്നെ. സീമന്തിനിയുടെ വല്ല വിവരവും അറിഞ്ഞാൽ എന്നോട് പറയണേ കമലേ. ഇന്നു വൈകുന്നേരവും പതിവ് പോലെ പൂമുഖത്ത് രഹസ്യ ചർച്ചകൾ നടക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അത്താഴം കഴിഞ്ഞ് ഉറക്കറയിൽ പോയപ്പോൾ ഭർത്താവ് വളരെ സന്തോഷവാനായി കാണപ്പെട്ടു. അയാൾ കമലയെ കരവലയത്തിൽ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു, എന്തായാലും കല്യാണം നടന്നില്ലെങ്കിലും അപ്പച്ചിയുടെ മരണം നടന്നു. അതിന്റെ ചടങ്ങുകളും കഴിഞ്ഞു. ഇനി വീട്ടിൽ വലിയ തിരക്കൊന്നുമില്ലല്ലോ. മറ്റന്നാൾ രാവിലെ നമ്മൾ രണ്ടുപേരും ഒരു യാത്രയ്ക്ക് പോവുകയാണ്. ഞാൻ നിന്നെ എങ്ങും കൊണ്ടുപോയില്ലെന്ന പരാതി കിടപ്പുണ്ടല്ലോ. ആ പരാതി തീർന്നിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യം. 2 ആഴ്ചത്തെ പരിപാടി. അതെയോ? അവൾ സന്തോഷത്തോടെ തലകുലുക്കി. അധ്യായം 34. 2 മുറികളും അടുക്കളയും ഒരു അടഞ്ഞ വരാന്തയുമുള്ള പഴയ വീട്. ഉയരം കുറഞ്ഞ കട്ടിളകൾ, കനത്ത തടി കൊണ്ടുള്ള വാതിലുകൾ, കരിമ്പായിൽ പിടിച്ച് കരിവാളിച്ച പുറം ഭിത്തികൾ. ചെറിയ അടുക്കളയിൽ തറയിലിരുന്ന് പാചകം ചെയ്യാൻ പറ്റിയ 2 മണ്ണടുപ്പുകൾ. പുക പുറത്തു പോകാൻ പാകത്തിൽ ഭിത്തിയിൽ മുകളിലായി ദീർഘചതുരാകൃതിയിൽ 4 തുറവുകൾ. പുതുമയുടെ നിഴൽ പോലും വീഴാത്ത ഈ വീട് എത്ര വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ചതാവും? തേക്കുംകാട് മഠത്തിന്റെ പ്രൗഢിയൊന്നും ഈ വീടിനില്ല. എങ്കിലും ഈ വീട് ഇന്ന് തന്റെ സ്വർഗമാണ്. അടുപ്പിൽ കത്തുന്ന തീനാളങ്ങളിലേക്ക് നോക്കി സീമന്തിനി ദീർഘമായി നിശ്വസിച്ചു. പാചകം കഴിഞ്ഞ് അടുപ്പിലെ തീ കെടുത്തി അവൾ വരാന്തയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. രവീന്ദ്രേട്ടൻ മധ്യാഹ്നത്തിനു മുമ്പ് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തും. താൻ ഒറ്റയ്ക്കാണെന്ന് അറിയാമല്ലോ. ജോലി അന്വേഷിച്ച് പട്ടണത്തിലേക്കുള്ള നടത്തം തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി. തിരിച്ചു വരുമ്പോൾ മുഖത്തെന്നും നിരാശയായിരിക്കും. പക്ഷേ തന്റെ മുന്നിൽ വളരെ സന്തോഷമാണ് നടിക്കുക. താൻ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് രവീന്ദ്രേട്ടന് അന്യ സ്ഥലത്തൊക്കെ പോകാനോ തങ്ങാനോ പറ്റില്ലല്ലോ. ഏകാന്തതയുടെ ഒരു തുരുത്തു പോലെയാണിവിടം. എന്തൊരു നിശബ്ദത! പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദമല്ലാതെ എന്തുണ്ട് ഇവിടെ കേൾക്കാൻ? കമലേട്ടത്തിയമ്മയുടെ മുത്തശ്ശിയുടെ വീടാണത്രേ ഇത്. കാവിലെ നാഗദൈവങ്ങൾക്ക് പൂജ മുടങ്ങാതിരിക്കാൻ പണിത വീട്. അശുദ്ധം തീണ്ടാതിരിക്കാൻ സർപ്പക്കാവും വീട്ടുവളപ്പും മതിൽ കൊണ്ട് വേർതിരിച്ചത് നന്നായി. നാഗങ്ങളുടെ പൂജ വളരെ നാളായി മുടങ്ങിയിരിക്കുകയായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയ ദിവസം തന്നെ രവീന്ദ്രൻ തന്നെയും കൊണ്ട് കാവിലേക്ക് പോയപ്പോൾ എന്തായിരുന്നു കണ്ട കഥ? ഉണങ്ങിയ ഇലകളും പൂക്കളും കൊണ്ട് നാഗപ്രതിഷ്ഠകൾ അത്രയും മൂടിക്കിടക്കിയല്ലായിരുന്നു. അതിനു മീതെ പക്ഷികളുടെ കാഷ്ടവും
മുണ്ടിന്റെ കോന്തലയിൽ തിരികെ വെച്ച മംഗല്യസൂത്രം ഇണക്കിയ പാശിമാല പുറത്തെടുത്തു. രവീന്ദ്രൻ എപ്പോഴാണാവോ ഇതൊക്കെ തീർത്തത്? എന്നിട്ട് നാഗദൈവങ്ങളെയും അവരുടെ മുന്നിൽ ജ്വലിക്കുന്ന തിരുനാളങ്ങളെയും സാക്ഷി നിർത്തി മന്ത്രം ഉരുവിട്ടുകൊണ്ട് മംഗല്യസൂത്രം തന്റെ കഴുത്തിൽ കെട്ടി. പിന്നെ പറഞ്ഞു, നാഗങ്ങളുടെ മുന്നിൽ കത്തുന്ന ഈ അഗ്നി മതി നമ്മുടെ വിവാഹത്തിന് സാക്ഷിയായിട്ട്. കൽച്ചരാതിലെ അഗ്നിയായാലും ഹോമകുണ്ടത്തിലെ അഗ്നിയായാലും അഗ്നി തന്നെയാണല്ലോ. പിന്നെ എന്തൊരാഹ്ലാദമായിരുന്നു! രവീന്ദ്രേട്ടൻ സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. സർപ്പക്കാവിലെ പൂജ ഇപ്പോൾ മുടക്കാറില്ല. ദിവസവും രാവിലെ കുളിച്ച് കാവിൽ ചെന്ന് പൂജ നടത്തിയിട്ടേ രവീന്ദ്രേട്ടൻ ആഹാരം കഴിക്കാറുള്ളൂ. ഇന്ന് രാവിലെ പറഞ്ഞു, വാസ്തവത്തിൽ എനിക്ക് ദൈവങ്ങളെ പൂജിക്കാനല്ല, നിന്റെ ഏട്ടന്മാരുടെ പടം വെച്ച് പൂജിക്കാനാണ് തോന്നുന്നത്. അതെന്തേ അങ്ങനെ പറയാൻ? നിന്നെ രാമദാസനെ കൊണ്ട് കെട്ടിക്കുമെന്ന് അവർ വാശി പിടിച്ചത് കൊണ്ടല്ലേ നിന്നെ എനിക്ക് കിട്ടിയത്. വേറെ ഏതെങ്കിലും നല്ല വിവാഹാലോചനയായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നോ? കമലേട്ടത്തിയമ്മ എന്ന ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ട് സംഗതി ഇങ്ങനെയൊക്കെ കലാശിച്ചു, അവൾ പറഞ്ഞു. വീട്ടുവളപ്പിനപ്പുറത്തുള്ള വിജനമായ ചെങ്കൽപാതയിലേക്ക് നോക്കി രവീന്ദ്രന്റെ വരവും കാത്ത് സീമന്തിനി നിന്നു. മനസ്സിൽ പല ചിന്തകൾ മേഘങ്ങളെ പോലെ ഒഴുകി നടന്നു. വീട് വിട്ടിറങ്ങിപ്പോഴുണ്ടായ മാനസികാഘാതം ഇപ്പോഴും വേദനിക്കുന്ന വ്രണം പോലെ ഉള്ളിൽ വിങ്ങിക്കിടക്കുകയാണ്. രവീന്ദ്രേട്ടനോടൊത്ത് സന്തോഷം പങ്കിടുമ്പോഴും അമ്മയെക്കുറിച്ചുള്ള ചിന്ത ഒരു ഇരുണ്ട പശ്ചാത്തലമായി മനസ്സിൽ നിറഞ്ഞു കിടപ്പുണ്ട്. അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? തന്നെ ഓർത്ത് കരയുന്നുണ്ടാവുമോ? കമലേട്ടത്തി അമ്മയല്ലാതെ അമ്മയ്ക്ക് സ്നേഹം കൊടുക്കാൻ ആരുമില്ല അവിടെ. സീമന്തിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. തനിക്ക് വേണ്ടി എന്തെല്ലാം സഹിച്ചു കമലേട്ടത്തിയമ്മ. സദാനന്ദേട്ടന്റെ ഭാര്യയായി വീട്ടിൽ കയറി വന്ന ദിവസം മുതൽ അവർ തനിക്ക് തന്നിട്ടുള്ള സ്നേഹം, അതിന്റെ കടപ്പാട് ഒരിക്കലും ഒടുങ്ങാത്തതല്ലേ? ഏട്ടത്തിയമ്മയെ സ്നേഹിക്കുകയല്ലാതെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. അഥവാ എന്ത് ചെയ്താലാണ് ആ കടപ്പാട് തീരുക? എന്തെല്ലാം താൻ ചെയ്താലും ഏട്ടത്തിയമ്മയോട് തനിക്കുള്ള കടപ്പാട് പിന്നെയും ബാക്കിയായി നിൽക്കേയുള്ളൂ. ഇനി എന്നാണ് അമ്മയെയും കമലേട്ടത്തിയമ്മയെയും കാണാൻ പറ്റുക? അങ്ങനെ ചിന്തിക്കുമ്പോൾ വല്ലാത്ത ആധിയാണ് മനസ്സിന്. ഇവിടെ വന്നിട്ട് ആദ്യ ദിവസങ്ങളിലെല്ലാം തനിക്ക് സങ്കടം നിയന്ത്രിക്കാൻ തീരെ കഴിയില്ലായിരുന്നു. രവീന്ദ്രേട്ടൻ അടുത്തില്ലാത്തപ്പോൾ പൊട്ടി കരയുമായിരുന്നു. ഇവിടുത്തെ ഈ വന്യമായ നിശബ്ദത മനസ്സിൽ പടർന്നു കിടന്ന ദുഃഖത്തിന്റെ ഗാഠത വർദ്ധിപ്പിച്ചതേയുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ ഈ പരിസരവുമായി താൻ ഇണങ്ങിച്ചേരാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനും തന്നോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് സമയം നീക്കാനും ശീലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ദുഃഖത്തിന് മരവിപ്പ് ബാധിച്ചതുപോലെ. രവീന്ദ്രേട്ടൻ സന്തോഷവാനാണ്. ആരെക്കുറിച്ചും ചിന്തിച്ച് സങ്കടപ്പെടാനില്ലല്ലോ. പഠിത്തം കഴിഞ്ഞയുടൻ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങണമെന്ന് രവീന്ദ്രേട്ടന്റെ വലിയച്ഛൻ ഒരു ദിവസം പറഞ്ഞു അത്രേ. ഇനി ആരും ബന്ധപ്പെടുത്താതെ വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തന്നെ കരുതിയിരിക്കുകയായിരുന്നു അത്രേ. ബോംബെ വരെ ചെന്നാൽ ഏതെങ്കിലും കമ്പനിയിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് ഒരു സ്നേഹിതൻ പറഞ്ഞിരുന്നുവെന്ന്. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത് പട്ടണത്തിൽ എവിടെയെങ്കിലും ജോലി കിട്ടിയേ പറ്റൂ. ബ്രാഹ്മണർക്ക് ഇപ്പോൾ സർക്കാർ ജോലി കിട്ടാനും എളുപ്പമല്ലത്രേ. കമലേട്ടത്തിയമ്മ ഏൽപ്പിച്ച സ്വർണം വിറ്റ് കിട്ടിയ പണം തന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കൈവശമുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണിപ്പോൾ. അത് തീരുന്നതിനു മുമ്പ് ജോലി കിട്ടില്ലെങ്കിലോ? ആ ഒരു ഭയമാണ് മറ്റെന്തിനേക്കാളും ഉപരിയായി മനസ്സിനെ ശല്യപ്പെടുത്തുന്നത്. സ്നേഹനിധിയാണ് രവീന്ദ്രേട്ടൻ. ഇത്രയും സ്നേഹം തനിക്ക് വേണ്ടി ആ ഹൃദയത്തിൽ നിറച്ചുകൊണ്ടാണല്ലോ നടന്നിരുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഭർത്താവോ ഭാര്യയെ സ്നേഹിക്കുമോ ആവോ? അയ്യയ്യോ, വല്ലാത്ത വികൃതിത്തരവുമുണ്ട് രവീന്ദ്രേട്ടന്റെ കയ്യില്. അതോർക്കുമ്പോൾ നാണമാവുന്നുണ്ട്. സീമന്തിനി ഓരോന്നോർത്ത് തന്നെത്താൻ മന്ദഹസിച്ചു. ലജ്ജയുടെ ചുവപ്പ് അവളുടെ കവിളുകളിൽ പടർന്നു കയറി. എന്താലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ തന്നെത്താൻ ചിരിക്കുന്നത്? തല ഉയർത്തി നോക്കിയപ്പോഴാണ് രവീന്ദ്രൻ എത്തിയെന്ന് അവൾ അറിഞ്ഞത്. അവൾ പറഞ്ഞു, തന്നെത്താൻ സംസാരിക്കുകയും ചിരിക്കുകയുമല്ലാതെ എന്താ നിവൃത്തി ഇവിടെ? തന്നെത്താൻ സംസാരിക്കും, തന്നെത്താൻ കളിയാക്കും, പിന്നെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും, ഭ്രാന്തിയെ പോലെ. അവളുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, തന്നെത്താൻ ചിരിച്ചോളൂ ഇഷ്ടം പോലെ, പക്ഷെ കരയരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ ചിരിച്ചു. ഇപ്പോൾ ചിരിച്ചാൽ കരച്ചിലൊന്നും വരുന്നില്ല. കരയണമെന്ന് വിചാരിച്ചാലും കരയാൻ പറ്റാത്ത ഒരവസ്ഥയായി. അത് നന്നായി. ചോറ് വിളമ്പട്ടെ? നല്ല വിശപ്പ്. എന്താ ഇന്ന് കറി? അല്പം സാമ്പാർ ഉണ്ടാക്കി.
വെണ്ടയ്ക്ക മെഴുക്കുപുരട്ടിയുമുണ്ട്. പിന്നെ പച്ചമാങ്ങ കൊത്തിയരിഞ്ഞ് മുളകും കായവും വെളിച്ചെണ്ണയും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. പോരെ? സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാകുന്നത് വരെ ഇങ്ങനെയൊക്കെ മതിയെന്ന് വെക്കാമല്ലേ? ധാരാളം മതി. സീമന്തിനി എന്തുണ്ടാക്കി വെച്ചാലും രവീന്ദ്രന് അത് അമൃതിന് തുല്യമാണെന്ന് അറിയാമല്ലോ. അയാൾ അവളെ തഴുകിക്കൊണ്ട് തുടർന്നു. പിന്നെ നീ ജീവിച്ച സാഹചര്യം ആലോചിക്കുമ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന പ്രയാസമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. അയാൾ ചാരിതാർത്ഥ്യത്തോടെ ചിരിച്ചു. അവൾ ചോദിച്ചു, പോയ കാര്യം എന്തായി? പോയ കാര്യം അങ്ങനെ പെട്ടെന്ന് സാധിക്കുമോ സീമന്തിനി? കണ്ണടച്ച് തുറക്കുന്നതിനു മുൻപ് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? 2-3 പേരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കിട്ടിയാൽ പട്ടണത്തിൽ ഏതെങ്കിലും വീട് വാടകയ്ക്കെടുത്തു പോകണം. ഈ കാട്ടിൽ നിന്ന് നിന്നെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തിയിട്ട് പോയാൽ എങ്ങും മനസ്സുറയ്ക്കുന്നതുമില്ല. അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാനിപ്പോൾ ഇത് ശീലിച്ചു വരികയാണ്. ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനം. രവീന്ദ്രന് ചോറ് വിളമ്പിക്കൊടുത്ത് അവൾ അരികിലിരുന്നു. ഊണ് കഴിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, ഈ മാങ്ങാൻ ചമ്മന്തി അസലായിട്ടുണ്ട് ട്ടോ. നല്ല സ്വാദ്. സത്യം പറഞ്ഞാൽ രവീന്ദ്രൻ ഇന്ന് മഹാരാജാവാണ്. അവർക്ക് പോലും ഇത്രയും സന്തോഷവും സംതൃപ്തിയും കിട്ടില്ല. സ്നേഹമുള്ള ഭാര്യ, പാചകം ചെയ്യുന്ന രുചിയുള്ള ആഹാരം, ഇതിൽ കൂടുതൽ എന്തു വേണം? സീമന്തിനി വള കിലുങ്ങുന്നത് പോലെ നിർത്താതെ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, പച്ചമാങ്ങ ചതച്ചതും കൂട്ടി ചോറുണ്ണുന്ന ഒരു മഹാരാജാവ്. പണിക്കാരുടെ കൂടെ നിന്ന് വീട്ടുവളപ്പിനുള്ളിലെ കാട് വെട്ടി തെളിക്കുകയും വേലി കെട്ടുകയും ചെയ്യിക്കുകയാണ് രവീന്ദ്രേട്ടൻ. ഒരു ജോലി തുടങ്ങിയാൽ പിന്നെ അതിലായി രവീന്ദ്രേട്ടന്റെ ശ്രദ്ധ. എന്തിനാണ് ഈ വെയിൽ ഇത്രയും കൊള്ളുന്നതെന്ന് ചോദിച്ചിട്ടും കേൾക്കുന്ന ഭാവം പോലുമില്ല. ആരോ ദൂരെ നിന്ന് വീടിന് നേർക്ക് നടന്നു വരുന്നുണ്ട്. അടുത്തെത്തിയപ്പോൾ ആൾ ആരാണെന്ന് മനസ്സിലാകാതെ അവർ വന്ന മനുഷ്യനെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. അപരിചിതൻ വീടിനുള്ളിൽ കയറവേ ചോദിച്ചു, കാടെല്ലാം വെട്ടി തെളിക്കുകയാണ് അല്ലേ? നന്നായി. അയാളോടൊത്ത് രവീന്ദ്രനും സീമന്തിനിയും വരാന്തയിൽ കയറി. രവീന്ദ്രൻ അല്പം പരുങ്ങലോടെ പറഞ്ഞു, ആരാണെന്ന് മനസ്സിലായില്ല. എന്റെ ഓർമ്മ പിശകാണെങ്കിൽ ക്ഷമിക്കണം. ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതായി തോന്നുന്നില്ല. എവിടുന്നാണാവോ വരുന്നത്? സീമന്തിനി അകത്ത് കയറി വാതിലിന്റെ മറവിൽ നിന്ന് നോക്കി. ഇരിക്കെന്ന് പറയാൻ ഒരു കസേര പോലുമില്ലല്ലോ എന്നോർത്ത് രവീന്ദ്രൻ അസ്വസ്ഥനായി നിന്നു. കണ്ണട ഊരിയെടുത്ത് തൂവാല കൊണ്ട് തുടയ്ക്കവേ വന്നയാൾ ചോദിച്ചു, എത്ര നാളായി താമസം തുടങ്ങിയിട്ട്? രവീന്ദ്രൻ പറഞ്ഞു, 2-3 ആഴ്ച കഴിഞ്ഞു. ഇരിക്കാൻ ഒരു കസേരയോ കട്ടിലോ ഒന്നും? അത് സാരമില്ല. സീമന്തിനി മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പായ കൊണ്ടുവരാം. അവൾ വരാന്തയിൽ പായ വിരിച്ചു. ഇരുന്നാട്ടെ. ആരാണെന്നും എവിടുന്നാണെന്നും ഇതുവരെ പറഞ്ഞില്ല. വന്നയാൾ സീമന്തിനിയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തേക്കുംകാട് മഠത്തിലെയാണ് അല്ലേ? ആ ചിരി കണ്ടപ്പോൾ അവൾക്ക് കമലയേട്ടത്തിയും അമ്മയുടെ ഓർമ്മ വന്നു. ചിരിക്കുമ്പോഴുള്ള മുഖത്തെ ആ സൂക്ഷ്മ ചലനങ്ങൾ തന്നെ. സീമന്തിനി ചോദിച്ചു, എന്റെ കമലേട്ടത്തി അമ്മയുടെ ആരെങ്കിലും ആണോ? അയാൾ ഉറക്കെ ചിരിച്ചു. അപ്പോൾ നീ അത് കണ്ടുപിടിച്ചല്ലോ കുട്ടി. നീ സമർത്ഥ തന്നെ. ഞാൻ കമലുവിന്റെ അച്ഛനാണ്. സീമന്തിനിയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. കമലേട്ടത്തി അമ്മയുടെ അച്ഛനെ താൻ കണ്ടിട്ടില്ല. സദാനന്ദേട്ടന്റെ കല്യാണ ദിവസം അമ്മയ്ക്ക് കൂട്ടായി താൻ വീട്ടിൽ നിൽക്കുകയായിരുന്നല്ലോ. സീമന്തിനി ചോദിച്ചു. വീട്ടിൽ നിന്നും വന്നതിന് ശേഷം അവിടുത്തെ വിവരങ്ങൾ ഒന്നും അറിയില്ല. കമലേട്ടത്തി അമ്മയുടെ കത്ത് വല്ലതുമുണ്ടോ? എന്റെ അമ്മയെ കുറിച്ച് വല്ലതും എഴുതിയിട്ടുണ്ടോ? കമലയുടെ അച്ഛൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഒരു സങ്കട വാർത്തയുണ്ട് കുട്ടി. നീ വിഷമിക്കൊന്നും അരുത്. നീ ഇറങ്ങി വന്നതിന്റെ പിറ്റേന്ന് നിന്റെ അപ്പച്ചി മരിച്ചുപോയി. വയസ്സായില്ലേ? ഒന്ന് വീണൂന്നാ ഹേതുവെന്ന് കമല പറഞ്ഞു. എന്തായാലും അധികം കിടന്ന് കഷ്ടപ്പെടാതെ അങ്ങ് പോയല്ലോ. ഞാൻ ചെന്നിരുന്നു അടിയന്തരത്തിന്. പിന്നെ നിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യം വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയെന്ന്, പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് അവൾ പറഞ്ഞു. ബന്ധുക്കളുടെ തിരക്കായതുകൊണ്ട് എനിക്ക് കമലയോടൊന്നും സംസാരിക്കാനും പറ്റിയില്ല. അപ്പച്ചി മരിച്ചെന്ന് കേട്ടപ്പോഴേ സീമന്തിനിയുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. മരവിക്കാൻ തുടങ്ങിയ ദുഃഖം വീണ്ടും പെയ്തിറങ്ങാൻ തുടങ്ങിയതുപോലെ. രവീന്ദ്രൻ പറഞ്ഞു, നീ ചായ തയ്യാറാക്കിക്കൊണ്ടുവാ. അവൾ അടുക്കളയിൽ ചെന്നു. അടുപ്പിൽ തീ കത്തിക്കവേ അവൾ ശബ്ദമടക്കി കരഞ്ഞു. പാവം അപ്പച്ചി, എത്രയെത്ര പൗർണമി വ്രതങ്ങൾ നോറ്റു ആ രാമദാസേട്ടന് വേണ്ടി.
ഒരു വളർത്തുമൃഗം തൊഴുത്തിൽ കിടക്കുന്നത് പോലെ അപ്പച്ചി ആ ചായ്പിൽ യാതൊരു പരാതിയും പറയാതെ എല്ലാ സങ്കടങ്ങളും അടക്കി ജന്മത്തിന്റെ 3/4 ഭാഗവും കഴിച്ചുകൂട്ടി. അപ്പച്ചി തനിക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും തന്നെ സ്നേഹിച്ചിരുന്നു. അവൾ നിശബ്ദയായി കണ്ണീർ വാർത്തു. പിന്നെ ദീർഘനിശ്വാസത്തോടെ സമാധാനിക്കാൻ ശ്രമിച്ചു. കഷ്ടപ്പെടാതെ പോയല്ലോ, കുളിക്കാൻ പോലും തന്റെ സഹായം വേണ്ടിയിരുന്നല്ലോ. ഇനിയും കിടന്നിരുന്നുവെങ്കിൽ കമലേട്ടത്തി അമ്മയ്ക്കായിരുന്നേനെ കഷ്ടപ്പാടൊക്കെ. അവൾ കണ്ണുകൾ തുടച്ച് ചായയും കൊണ്ട് വരാന്തയിലേക്ക് നടന്നു. രവീന്ദ്രനും അദ്ദേഹവും വളരെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് കേട്ടു. ഗംഭീരമായിട്ടാണ് അപ്പച്ചിയുടെ മരണ അടിയന്തരം നടത്തിയത്. ഒരു ആറാട്ട് നടത്തുന്നത് പോലെ. സീമന്തിനി മനസ്സിലോർത്തു. പ്രതാപം കാണിക്കണമല്ലോ ഏട്ടന്മാർക്ക്. നല്ലവരാണെന്ന് ആളുകളെ ധരിപ്പിക്കാൻ എന്നും സമർത്ഥനാണ് ഏട്ടന്മാർ. കമലയുടെ അച്ഛൻ എഴുന്നേറ്റു. ഞാൻ അടുത്ത ബസ്സിന് തന്നെ പോകുന്നു. നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാണ്. കമലയ്ക്ക് എഴുതുമ്പോൾ നിങ്ങളെ കണ്ട കാര്യമൊന്നും എഴുതുകയില്ല. സദാനന്ദൻ വായിക്കാനിടയായാൽ സംശയം തോന്നിയാലോ? എല്ലാം സാവധാനം അറിയിക്കാം. ഈ ചൂടൊന്നാറട്ടെ. അദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങവേ തിരിഞ്ഞു നിന്ന് രവീന്ദ്രന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ താമസിക്കുന്നതിനെ പറ്റി ചിന്തിച്ച് പ്രയാസപ്പെടേണ്ട. സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. വാടകയൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതിനെ കരുതി വ്യസനിക്കുകയേ അരുത്. ഇനി എന്നു വരും? ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാവും. ബന്ധുക്കളെന്ന് പറഞ്ഞു വരാൻ ഞങ്ങൾക്ക് ആരുമില്ല. രവീന്ദ്രൻ പറഞ്ഞു. വരാം. കമലയുടെ അച്ഛൻ നടന്നു നീങ്ങുന്നത് നോക്കി അവർ നിന്നു. ദീർഘകാലം പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പിരിഞ്ഞതുപോലെയുള്ള വിഷമം രവീന്ദ്രന് തോന്നി. അടുത്ത ഭാഗം നാളെ.